ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സവാള വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത്. ഇപ്പോൾ ഞാൻ 6 സവാളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1, 2, 3 സവാള വെച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ്. മിക്സിയിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ സവാള എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കറി ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ വെച്ചിരുന്ന് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കേടുകൂടാതെ 2-3 മാസങ്ങളോളം ഇതിങ്ങനെ ഇരുന്നോളും. ഇനി ഈ കറിയിൽ പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് അത് പൊട്ടി വരണം. ഈ ഉലുവയും കടുകൊക്കെ വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല, ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഉലുവയും കടുകും പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇനി കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. സവാള വാട്ടിയെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 6 സവാള ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നേരത്തെ കാണിച്ച പോലെ സവാള മുഴുവനായിട്ട് കുക്കറിലേക്ക് ഇടണമെങ്കിൽ ഇടാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെന്ത് കിട്ടും. ഈ കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇനി സവാള വാടാൻ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ആ സവാളയിൽ ഉപ്പ് പിടിക്കുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള ബ്രൗൺ കളർ ആവുന്നത് വരെ വാട്ടി കൊടുക്കണം. ഇപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ചേർത്ത് കൊടുക്കുകയാണ്. സവാളയിൽ ആ വാളംപുളി നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് അതങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. 1 വിസിലാവുന്നത് വരെ മതിയാവും. അപ്പോൾ 1 വിസിൽ വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ ഉലുവയും കടുകും, അത് കല്ലിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം. മിക്സിയിൽ പൊടിച്ചാലും മതിയാവും. നന്നായിട്ട് പൊടിച്ച് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ കുക്കറിൽ 1 വിസിൽ വന്നിട്ടുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് വാടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ആ പുളിയൊക്കെ സവാളയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇപ്പോൾ കയ്യിൽ വെച്ച് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇപ്പോൾ സവാളയൊക്കെ നമ്മൾ വേവിച്ചെടുത്തില്ലേ, ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയിൽ ചേർക്കുന്നത് വാളംപുളി തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു തുടം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി അതും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ എല്ലാനും നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെക്കുകയാണ്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 2 വറ്റൽമുളക് 2ആയിട്ട് കീറിയത് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളക് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ അരച്ച് വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. നിങ്ങൾക്ക് കുറേ ദിവസം കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം.
ഞാൻ ഒരു 10 ദിവസമൊക്കെ നമുക്കിത് കേടാവാതിരിക്കും. വെളിച്ചെണ്ണയിൽ ഉപയോഗിച്ചാലും കേടാവില്ല പെട്ടെന്നൊന്നും. സവാളയുടെ ഒട്ടും ജലാംശം ഉണ്ടാവാൻ പാടില്ല. ആ സവാളയുടെ ജലാംശം ഉണ്ടെങ്കിലാണ് നമുക്ക് കറി പെട്ടെന്ന് ചീത്താവുന്നത്. അപ്പോൾ ആ ജലാംശം എല്ലാം നന്നായിട്ട് നമ്മൾ വറ്റിച്ചെടുക്കണം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സവാളയിലാണ് മുളക് പൊടി ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പച്ച സ്മെല്ല് പോകുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് മൊരിയണം. ഇനി നമ്മൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കായപ്പൊടി ഈ സവാളയിൽ ചേർക്കുമ്പോൾ. നല്ല സ്മെല്ലുമാണ്, അതേപോലെ തന്നെ നല്ലൊരു ഫ്ലേവറാണ് ആ ഒരു കായത്തിൻ്റെ കിട്ടുന്നത്. ഇപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്നില്ലേ ഉലുവയും കടുകും, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ ആ ഒരു കായത്തിൻ്റെയും ആ ഉലുവയുടെയും കടുകിൻ്റെയും സവാളയൊക്കെ മൊരിഞ്ഞ് വരുമ്പോഴുള്ള ആ സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലാണ്. അപ്പോൾ വീട്ടിൽ നിങ്ങൾ സവാളയൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും സവാള വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഇത് ചോറിൻ്റെ കൂടെയും നമുക്ക് കഞ്ഞിയുടെ കൂടെയും പിന്നെന്താണ് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ആ ബട്ടണില്ലേ, അതൊന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അതും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്.